ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു നാടൻ കോഴിക്കറി അല്ലെങ്കിൽ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. നാടൻ കോഴി നമുക്ക് കിട്ടിയിട്ടിരുന്നു. അപ്പോൾ അത് പപ്പും പൂടിയൊക്കെ കരിയിച്ച് കളയുന്നതും മുറിക്കുന്നതൊക്കെയാണ്. ഞാൻ കൂടുതൽ ആയിട്ടൊന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. യൂട്യൂബിൽ അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ചേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് എനിക്ക് ഇവിടെ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ ഉരുളിയിൽ തന്നെ പുറത്തുനിന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ വലിയൊരു ഉരുളിയിൽ അടുപ്പൊക്കെ കത്തിച്ച് വലിയൊരു ഉരുളിയിൽ ഞാൻ ചിക്കൻ വറുത്ത് വെച്ച എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണയിൽ തന്നെയാണ് ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് സവോള ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സവോള നല്ല സ്ലൈസായിട്ട് 3 വലിയ സവോളയായിരുന്നു, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത്. അപ്പോൾ അതും കൂടി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. ശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ്, നല്ലോണം വഴണ്ട് വരണം, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴങ്ങണം. നല്ലോണം വഴണ്ട് വന്ന് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം. ഞാനൊരു 5, 10, 12 ചെറിയ ഉള്ളി ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ അധികം ചേർക്കാം. ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് എപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പം ഞാനൊരു 10, 12 എണ്ണേ ചേർക്കുന്നുള്ളൂ. ഒന്നും ചെയ്യുന്നത് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി നേരെ ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം വഴണ്ടിയ ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നാടൻ കോഴിക്കറിയാണ് കുരുമുളകാണ്. മുളക് പൊടിനേക്കാൾ കൂടുതൽ ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, അതായത് ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഈ പൊടികളുടെ കൂടെ ഇടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ഈ പൊടികളുടെ കൂടെ ഈ സവാളയുടെ ഒക്കെ കൂടെ ആ പൊടികളും കൂടി ഇടുകയാണ്. പൊടികൾ ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊടി നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചതുകൊണ്ട് പിന്നെ ഇതിൽ കിടന്ന് ചൂടാവാൻ നിൽക്കേണ്ട, അവസാനം കരിഞ്ഞു പോകും. ഇത് ചെറുതായിട്ടൊന്ന് ഇടുക, ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി മാറ്റി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. തക്കാളി ഒരു 2 മീഡിയം സൈസ് തക്കാളി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ തക്കാളി എടുക്കുന്ന വീഡിയോ ഞാൻ ഇടാൻ വിട്ടുപോയി. ആ ഒരു ചെറിയ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു മഴ വന്നതുകൊണ്ട് ഞങ്ങളുടെ അടുപ്പ് ഞാൻ തിരിച്ച് ഗ്യാസിലേക്ക് തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുപ്പ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയത്ത് കെട്ടോട്ടെ. അപ്പോൾ ശരി, ഞാനത് ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉരുളി. പിന്നെ നാടൻ ചിക്കനായതുകൊണ്ട് നമ്മൾ അതിനാണ് അടുപ്പിൽ കിടന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനിയിപ്പോൾ പറ്റില്ല. ഇപ്പോൾ കുക്കറിൽ ഓൾറെഡി 5 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഈ മസാലയിലേക്ക് ചിക്കൻ തട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് നല്ലോണം വേവട്ടെ. ഈ സമയം നമുക്ക് കുറച്ച് നല്ലോണം പെരുംജീരകം ചേർക്കാം. അല്ല, കുരുമുളക് നമുക്ക് ചേർക്കാം, കുരുമുളക് പൊടി. പിന്നെ ഞാൻ വലിയ ഉരുളി ആയതുകൊണ്ട് തന്നെ പറ്റിയ ഒരു മൂടി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വാഴയില വെട്ടിയിട്ടാണ് മൂടിയത്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നങ്ങ് തിളക്കട്ടെ. നമുക്ക് കറി വേണമെങ്കിൽ കറിയുടെ ഭാഗത്തിനെടുക്കാം. കുറച്ചും കൂടി തിളക്കുന്നത് വരെ കാത്തുനിന്ന് ഡ്രൈ ആക്കണമെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം. എനിക്ക് ഇത്തിരി കറിയാണ് ആവശ്യം, അതുകൊണ്ട് ഞാൻ കറി പോലെ തന്നെ വെച്ചിട്ടുള്ളൂ. അധികം വഴറ്റാനോ വെള്ളം വറ്റാനൊന്നും ഞാൻ കാത്തിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് അവസാനം എൻ്റെ കറി ഉണ്ടായിരിക്കും. നല്ല അടിപൊളി, നല്ല ടേസ്റ്റായിട്ട് കറി വന്നിട്ടുണ്ട്. പിന്നെ നല്ല നെയ്യൊക്കെ ഉള്ളതായിരുന്നു. അപ്പം നമ്മളിത് വെക്കുന്നതിന് നെയ്യൊക്കെ തെളിഞ്ഞ് നമ്മൾ വിളമ്പുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് ഇതിനകത്തേക്ക് വരും. ഇതാണ് എൻ്റെ കറി. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. എരിവ് കുറവാണെങ്കിൽ പച്ച കുരുമുളക് പൊടി വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഞാൻ ഇത്തിരി ഇറച്ചി മസാല കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇറച്ചി മസാലയിൽ ചിക്കൻ മസാല കേട്ടോ കുറച്ചും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കറി. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിയില വെച്ച് സെർവ് ചെയ്യാം. പക്ഷേ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. അത് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല, എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് പിടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് അറിയിക്കാം.